ജയിച്ച ടീം തോറ്റ ടീമിനെ കളിയാക്കി. അന്നേരം എനിക്കും അങ്ങനെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. മോനും സങ്കടം വന്നു. പിന്നെ മന്ത്രി ഇത് ഫേസ്ബുക്കിൽ ഇട്ടത് മോൻ കണ്ടിരുന്നോ? എന്ത് തോന്നി? സന്തോഷം. മന്ത്രി അപ്പൂപ്പനോട് എന്താ പറയാനുള്ളത്? അത് താങ്ക് യു. കണ്ണൂരേക്ക് വന്നാല് കാണാന്ന് പറഞ്ഞിട്ടുണ്ടാ? അത് റിപ്പോർട്ടർ ടിവിയിൽ കണ്ടിന് വരുന്നു. ഇപ്രാവശ്യം നടന്ന പരീക്ഷക്കാ മോനെ എഴുതിയത്? എത്രാം ക്ലാസ്സിലെ പരീക്ഷ മോനെ എഴുതിയത്? മൂന്നാം ക്ലാസ്സിലെ. എന്നാ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മൂന്നാം ക്ലാസ്സിലെ പരീക്ഷ? ഒരു കളിയുടെ പേര് അതിന്റെ നിയമാവലി തയ്യാറാക്കും. അതാണ് എഴുതിയത്. അപ്പൊ അതാ എഴുതാൻ എങ്ങനെയാ മോനെങ്ങനെയാ അത് എഴുതാൻ വേണ്ടി കിട്ടിയത്? അത് ആദ്യം ഞാൻ കുറച്ച് വരി എഴുതിയിട്ട് പിന്നെ ടീച്ചർ പറഞ്ഞ് കുറച്ചും കൂടി വരി എഴുതി, അന്നേരം ലാസ്റ്റ് കിട്ടിയതാ. അതെ, അതെങ്ങനെയാ മോനെങ്ങനെ ഓർമ്മ വന്നേ? മോൻ എന്ത് ഒരു കളി കണ്ടിട്ട്. എങ്ങനെയാ എന്ത് കളിയാ കണ്ടത്? ബാസ്കറ്റും ബോളും. അപ്പൊ അതിന്റെ അകത്ത് ആരെല്ലാം കളിച്ചത്? ആരെല്ലാം? അതില് 2 ടീമുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതില് ഒരു ടീം തോറ്റു, ഒരു ടീം ജയിച്ചു. എന്നിട്ട് ജയിച്ച ടീം ചിരിച്ചു, തോറ്റ ടീം സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പൊ മോന് സങ്കടായോ? മോന് സങ്കടായ? സങ്കടായി. എന്റെ മോനും കരഞ്ഞോ? മോനും കരഞ്ഞു. അപ്പൊ അത് നോക്കിട്ടാ മോന് ഈ നാരങ്ങന്റെ ഇത് എഴുതിയത്? മോന് ഈ നാരങ്ങന്റെ കളി കളിച്ചിട്ടുണ്ടാ? കളിച്ചിന്. എവിടുന്ന് കളിച്ചത്? അത് ഏട്ടന്റെ സ്കൂളിൽ നിന്ന് നാരങ്ങ ഇതും വെച്ചിട്ട് കളിച്ചിനാ? മോന് ഈ പിന്നെ മന്ത്രി ഇത് ഫേസ്ബുക്കിൽ ഇട്ടത് മോൻ കണ്ടിരുന്നോ? എന്ത് തോന്നി? സന്തോഷം. മന്ത്രി അപ്പൂപ്പനോട് എന്താ പറയാനുള്ളത്? അത് താങ്ക് യു. പിന്നെ സ്കൂളില് ഗ്രൗണ്ട് കുറച്ചും കൂടി വലുതാക്കി തരണം. കാരണം ഇപ്പോ പിന്നെ ലെമൺ സ്പൂൺ കളിക്കേണ്ട ഗ്രൗണ്ട് അല്ല നിങ്ങൾക്ക് ഉള്ളത്. സ്കൂളിൽ കളിക്കലുണ്ടോ? ഇങ്ങനത്തെ കളിയെല്ലാം കളിക്കലുണ്ടോ? ഇല്ല. നീ മോൻ കളിച്ചിട്ടുണ്ടോ? ഈ ലെമൺ സ്പൂൺ ഇത് കളിച്ചിട്ടുണ്ടോ? എന്നിട്ട് സമ്മാനം കിട്ടീനാ? 2ാം സ്ഥാനം കിട്ടീന്. അപ്പൊ മറ്റേ ടിവിയിൽ കണ്ടിട്ടാണോ മോൻ ഇത് എഴുതാനുള്ള കാരണം? ടിവിയിൽ എന്താ കണ്ടത് ശരിക്കും പറഞ്ഞ മോൻ? ടിവിയിൽ ബാസ്കറ്റും ബോളും കളി. അതെങ്ങനെയാ കളിക്കുന്നത്? അത് ബാസ്കറ്റിന്റെ അകത്ത് 3 ബോൾ ഉണ്ടാവും. അതിലൊന്നെടുത്തിട്ട് മറ്റേ ബാസ്കറ്റിന്റെ അകത്ത് ഇടുക. അതിൽ ഫസ്റ്റ് ആരാ ചെയ്യുന്ന അവരുടെ ടീമാ വിജയിക്കുക. അപ്പൊ ജയിച്ച ടീം തോറ്റ ടീമിനെ കളിയാക്കിയത് ടിവിയില്? ജയിച്ച ടീം തോറ്റ ടീമിനെ കളിയാക്കി. അന്നേരം എനിക്കും അങ്ങനെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് മോനും സങ്കടം വന്നു. അതായത് മോൻ തോറ്റ പോലെ ഉള്ളൊരു ഫീലിംഗ് മോന് തോന്നിയോ? തോറ്റിട്ടുണ്ട് കളിയല്ല. അപ്പൊ കൂട്ടുകാര് മോനെ കളിയാക്കലുണ്ടോ? ചില സമയം കളിയാക്കും. ആൾക്കാർ ആരെങ്കിലും വിളിച്ചോ? സ്കൂളിൽ നിന്ന് ടീച്ചർമാർ ആരൊക്കെ വിളിച്ചോ കണ്ടിട്ട്? കൊറേ ആള് വിളിച്ചേ. ഇന്ന് രാവിലെ അമ്മേനെ വിളിക്കലേ വിളിയാ. അറിയാ എന്താ പറയുന്നത്? എല്ലാരും ടീച്ചർമാരെല്ലാം എന്താ പറയുന്നത്? കൺഗ്രാജുലേഷൻ, പിന്നെ ഉമ്മ കൊടുക്ക എന്തല്ലോ പറഞ്ഞിനി. മോനെ പിന്നെ മന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? മന്ത്രി അപ്പൂപ്പനോട് എന്താ പറയേണ്ടത്? അത് മാത്രം പറഞ്ഞാ മതി. ഏത്? ഗ്രൗണ്ട് വലുതാക്കി തരാം. അത്രേ വേണ്ടു. മന്ത്രി എപ്പം വിളിച്ചിരുന്നോ? മോനെ വിളിച്ചിരുന്നോ? എന്നിട്ട് എന്തൊക്കെ ചോദിച്ചേ മോനോട്? എന്നോട് ലാസ്റ്റത്തെ നിയമാവലിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? കാണാന്ന് പറഞ്ഞ കണ്ണൂരേക്ക് വന്നാല് കാണാന്ന് പറഞ്ഞിട്ടുണ്ടാ? അത് റിപ്പോർട്ടർ ടിവിയിൽ കണ്ടിന് വരുന്നു. മന്ത്രിനെ കാണാൻ ആഗ്രഹമുണ്ടാ? മന്ത്രി അപ്പൂപ്പനെ കാണാൻ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടോ മന്ത്രി അപ്പൂപ്പനെ? നമ്മൾ സ്കൂളിൽ വന്നിന്. എന്നിട്ട് കണ്ടിരുന്നോ? സംസാരിച്ചിരുന്നോ? സംസാരിച്ചിട്ടില്ല. ഷെയ്ക്കാൻഡ് കൊടുത്തപ്പാടും വേഗം പോയിന്. മന്ത്രി അപ്പൂപ്പനെ നേരിട്ട് കാണുന്ന ആഗ്രഹമുണ്ടോ മോനെ?
കുറെ കാര്യങ്ങൾ വർത്തമാനം പറയുന്നുണ്ട്. മന്ത്രി അപ്പൂപ്പനോട് വർത്തമാനം പറയണമെന്നുണ്ട്. ഇവരുടെ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് മലയാളത്തിൻ്റെ പേപ്പർ ആണ് ഏറ്റവും ലാസ്റ്റ് കിട്ടിയത്. ടീച്ചർക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ആൻസർ ഷീറ്റ് നമ്മൾ നോട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ എഴുതിയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ നിയമാവലി കണ്ടത്. നിയമാവലി വായിച്ച് നോക്കി ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പം ഈ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഞാൻ അപ്പോൾ തന്നെ ഇവനെ നോക്കിയിട്ട് ചിരിച്ചു. എന്നോട് ചോദിച്ചു എന്തിനാ അമ്മ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നാണ്. പിന്നെയാണ് ഞാനത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അപ്പം വെറുതെ ഒരു കൗതുകത്തിന് ഞാനത് എടുത്തിട്ട് നേരെ ഫേസ്ബുക്കിലിട്ടു. ഇത് മറ്റേ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്, അത് ആ വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സാധനം ഞാൻ ഇട്ടതാണ്. അപ്പോൾ മിനിഞ്ഞാന്നാണ് ഇട്ടത്. അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഇന്നലെ നോക്കുമ്പോൾ ഏതൊക്കെയോ പേജുകളിൽ ഈ സാധനം വന്നു. അത് കഴിഞ്ഞ് പിന്നെ KS രതീഷ് ഇന്നലെ രാത്രിക്കല്ല ഉച്ചയ്ക്ക് അങ്ങനെ KS രതീഷ് എഴുത്തുകാരനുണ്ട്, മൂപ്പരത് ഷെയർ ചെയ്തപ്പം ഇന്ന് രാവിലെയാണ് മന്ത്രിയുടെ പേജിലേക്ക് ഇത് വന്നത് കാണുന്നത്. മൂപ്പരുടെ പേജിൽ നിന്നാണ് തോന്നുന്നു അത് പോയത്. അപ്പം അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു 3ാം ക്ലാസ്സുകാരനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതൊരു ചെറിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അവർ അധ്യാപകർ, അതായത് ഇവർക്ക് ഈ സംയുക്ത ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്ന സാധനം അക്ഷരത്തെറ്റുകളില്ല എന്നുള്ളതാണ്. ഒരു 3ാം ക്ലാസ്സുകാരൻ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും വരേണ്ട അക്ഷരത്തെറ്റുകൾ ഇവൻ്റെ എഴുത്തിലില്ല എന്നാണ് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഈ പൊതുവിദ്യാലയങ്ങളിൽ സംയുക്ത ഡയറി ഉണ്ട് 1, 2 ക്ലാസ്സുകളിൽ. അത് കഴിഞ്ഞിട്ട് 3ാം ക്ലാസ്സിലും ഈ ചന്തുമേനോൻ സ്മാരക വലിയ മടാവിലെ ടീച്ചേഴ്സ് അത് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ആ എഴുത്ത് കുറച്ചുകൂടെ വൃത്തിയായതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കിയൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന ലെവലോ ഒന്നുമല്ല അവരുടെ ചിന്താ രീതികളിപ്പം. അവർ അതിഭീകരമായിട്ട് നമ്മളെക്കാൾ വലിയ രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ എല്ലായിടത്തും വൈറലായി, എല്ലായിടത്തും ആ പോസ്റ്റ് കാണുമ്പോൾ എന്നെ മെൻഷൻ ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. മന്ത്രി ഉച്ചയ്ക്കില്ല രാവിലെ വിളിച്ചിരുന്നു. വീഡിയോ കോളിൽ നേരിട്ട് വിളിച്ചു. ഇവനോടാണ് സംസാരിച്ചത്. ഇങ്ങനെ എന്താണ് ഇത് എഴുതാനുള്ള റീസൺ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല, ഓക്കെ ഇത്തവണ പോട്ടെ അടുത്ത പ്രാവശ്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും സാറ് വീഡിയോ കോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കോളിൻ്റെ അതങ്ങനെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടാമതും. എൻ്റെ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്.